ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മുതൽ നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ് നമ്മളൊരു സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കിൻ ഗ്ലോയിങ് ചലഞ്ച്. അത് ഞാൻ സീരീസ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അത് ട്രൈ ചെയ്തിട്ടുള്ളവർ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. പിന്നെ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം പ്രോഡക്ട്സും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഈ മേക്കപ്പൊക്കെ പുതിയതായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ കണ്ട് എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ആദ്യത്തെ എപ്പിസോഡിൽ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ആണ് കാണിക്കുന്നത്. പിന്നീട് ഞാൻ അതിൻ്റെ യൂസസ് ഒക്കെ എങ്ങനെയാണെന്ന് പിന്നീടുള്ള എപ്പിസോഡുകളിലൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് അക്വാലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് പപ്പായയുടെ ഒക്കെ ഒരു ഫ്ലേവർ വന്നിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. വിറ്റാമിൻ സി ഒക്കെ കണ്ടന്റ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ മസ്റ്റായിട്ട് എല്ലാവരും സൺസ്ക്രീം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ മോയ്സ്ചറൈസറിനകത്ത് SPF വരുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടായാൽ പോലും നമുക്ക് സൺസ്ക്രീം യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീം ഞാൻ കാണിച്ചു തരാം. ഈ അക്വാലോജിക്കയുടെ ഈ ഒരു സൺസ്ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ ഷോർട്സിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ. അപ്പം ഈ വീഡിയോ കാണുമ്പം ആ വീഡിയോ കണ്ടിട്ടുള്ളവരൊക്കെ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ട് 449. അപ്പം പിന്നീട് നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീമും ഒക്കെ ഇട്ടതിന് ശേഷം ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറിന് സൺസ്ക്രീമും ഇട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് BB ക്രീംസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് പോൺസിൻ്റെ BB ക്രീമാണ്. പിന്നെ ഒന്ന് വന്നിട്ട് ഫെയർ ആൻഡ് ലവ്ലിയുടേതാണ്. പിന്നെ നമുക്ക് ഗാർണിയറിൻ്റെത് മമാർത്തിൻ്റെത് ഒക്കെ വാങ്ങാനായിട്ട് ഷോപ്പിൽ കിട്ടും. അതിലേതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഫൗണ്ടേഷൻ്റെ പോലെ തന്നെ ഒരു കവറേജ്, അതേപോലെ തന്നെ ഒരു മീഡിയം കവറേജ് നമുക്ക് കിട്ടും. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനും ബ്ലെൻഡ് ചെയ്യാനും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ BB ക്രീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ബിഗിനർ ആയാലും ചിലവർക്ക് ഫൗണ്ടേഷൻ ഇടണമെന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ ഇവിടെ കാണിക്കുന്നത് മമാർത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എടുക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഡാസിലറിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഇത് വന്നിട്ട് ഒരു സിറം ടൈപ്പ് ഫൗണ്ടേഷനാണ് ഈ മമാർത്തിൻ്റെത്. കാണാമോ? മമാർത്തിൻ്റെത് ഇത് വന്നിട്ട് ഒരു സ്റ്റിക്കാണ്, സ്റ്റിക്ക് പോലത്തെ ഒരു ഫൗണ്ടേഷനാണ്. ഉണ്ടോ? ഇതൊരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്. അപ്പം ഇത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് ഏതെങ്കിലും ഡാസിലറിൻ്റെ ഒക്കെ ആകുമ്പോൾ അഫോർഡബിൾ ആണ്. പിന്നെ ലാക്മേടത് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റിൻ്റെ ഇത് വെച്ചിട്ട് ഫൗണ്ടേഷനൊക്കെ മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ലിക്വിഡ് ടൈപ്പ് ആകുമ്പം കുറച്ച് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ബിഗിനർ എന്ന നിലയിൽ. അപ്പം കൂടുതലും നല്ലത് ഈ സിറം ടൈപ്പോ അല്ലെങ്കിൽ കുറച്ച് ക്രീമി ആയിട്ടുള്ളതൊക്കെ ടൈപ്പ് ഉണ്ട്, ലാക്മേടതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ആ ഫൗണ്ടേഷനൊക്കെ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിലൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ എല്ലാം കാണണം. അപ്പം നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് കോമ്പാക്റ്റ് യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോമ്പാക്റ്റ് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിനൊക്കെ കോമ്പാക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ അറിയണമെന്നില്ല. ചിലപ്പം നീ അഥവാ യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡാസിലറിൻ്റെ ഒക്കെ ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു കോമ്പാക്റ്റ് ആണ് ഈ ഡാസിലറിൻ്റെ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്, വൈറ്റോണിൻ്റെ. ഇതൊക്കെ ഞാൻ പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതായിരുന്നു. വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ ഈ BB ക്രീം ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പൗഡർ ഇട്ടിട്ടായിരുന്നു പോകുന്നത്. അപ്പം നല്ലൊരു മേക്കപ്പ് ലുക്ക്, ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ഓഫീസ് ലുക്ക് പോകാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ സ്കിന്ന് അത് കാണുമ്പം തന്നെ ഒരു ഫ്രഷ് ഫീല് നമുക്ക് തോന്നും. അപ്പോൾ ബിഗിനർ എന്ന നിലയിൽ നമുക്ക് ഈ ഒരു പൗഡറോ അല്ലെങ്കിൽ ഈ ഒരു
കോമ്പാക്ട് യൂസ് ചെയ്യും. കോമ്പാക്ട് പിന്നെ എല്ലാ ഫാൻസി ഷോപ്പുകളിലും കിട്ടുന്നതാണിത്, ലാക്മേടത്. പിന്നെ അല്ലെങ്കിൽ ഈ വൈറ്റോണിന്റെ പൗഡർ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിയുമ്പം തന്നെ ഫേസിന് ഒരു നല്ല ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഐബ്രോ പെൻസിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് വന്നിട്ട് ഡാസിലറിൻ്റെ ആണ്. ഇത് ബ്രൗൺ ഷെയ്ഡാണിത്. ഡാസിലറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണിത്. ഇത് നമ്മുടെ ഫാൻസി ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു ഐബ്രോ പെൻസിലാണ് ഇത്. പിന്നെ ഈ ലാക്മേയുടെ പണ്ട് മുതലുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്ന ഒരു ഐബ്രോ പെൻസിലായിരുന്നു ഇത്. പിന്നെ ഇത് വന്നിട്ട് കളേഴ്സ്ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ്. ഇതൊരു ബ്രഷ് കൂടെ വരുന്ന ടൈപ്പാണ്. അപ്പോൾ എഴുതി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഒരു ഷേപ്പിന് ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മുടെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ഫേസിനൊരു ഷേപ്പൊക്കെ വന്നൊരു ലുക്കാവും. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് കാജലാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കാജലാണ് ഈ ഹിമാലയയുടെ കാജൽസ്. പിന്നെ ഞാൻ ദാണ്ട് ഈ പെൻസിൽ പോലത്തെയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരെണ്ണമായിട്ട് കാണിച്ചു തരാം. ഈ ഹിമാലയയുടെ കാജൽ എല്ലാവർക്കും അറിയാം, പെട്ടെന്നൊന്ന് എഴുതിയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു കാജലാണിത്. ഇത് പക്ഷേ ഇങ്ങനെ സ്മഡ്ജായി പോവുകയൊക്കെ ചെയ്യും, സ്പ്രെഡ് ആവും. ഇവിടെ എല്ലാം നന്നായിട്ട് ഡാർക്കായിട്ട് വരും കണ്ണിൻ്റെ താഴെയൊക്കെ. പിന്നെ വന്നിട്ട് ഇതൊരു ഐലൈനർ പെൻസിലാണ്. ഇത് പെൻസിൽ താഴെ നമുക്ക് താഴെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു പെൻസിലാണിത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മമ്മാർത്തിൻ്റെ ആണ്. ഇത് നല്ല ലോങ് സ്റ്റേ ആയിട്ടുള്ള ഒരു പെൻസിലാണ് ഈ മമ്മാർത്തിൻ്റെത്. പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെൻസിലാണ് പ്ലമ്മിൻ്റെത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഐടെക്സിൻ്റെ ആണിത്. ഇതും എല്ലാവർക്കും അറിയാമെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു മസ്കാര ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അതൊരു സെറ്റായിട്ടാണ് കിട്ടുന്നത് ഈ ഐടെക്സിൻ്റെ ഈ കാജൽ. ഞാൻ കാണിക്കാം, മസ്കാര ഞാൻ കാണിക്കാം. പിന്നെ വന്നിട്ട് മസ്കാരയാണ്. ഇത് നമുക്ക് ആ ഐടെക്സിൻ്റെ ആ കാജലിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന മസ്കാരയാണ്. ഇത് കണ്ടോ, ഈ ഒരു മസ്കാര. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ആണ്. ബ്ലൂ ഹെവൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ഡാസിലറിൻ്റെ എടുത്തിട്ടുണ്ട്. ഡാസിലറിൻ്റെ ഒരു മസ്കാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും നമ്മുടെ ഈ ഫാൻസി ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ്. ഞാൻ ബിഗിനർ എന്ന നിലയിൽ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് ചെയ്തത്. അപ്പോൾ ബിഗിനർ എന്ന രീതിയിൽ ഞാൻ നോക്കി കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ്സ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു ബിഗിനേഴ്സിന് പെട്ടെന്ന് നമുക്കൊന്ന് മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം പെട്ടെന്നൊന്ന് മേടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഐലൈനർ കാണാം. ഇത് ഞാൻ ബ്ലൂ ഹെവൻ്റെ ഐലൈനറാണ്. ഇത് എല്ലാവരും എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ബ്ലൂ ഹെവൻ്റെ ഈ ഐലൈനർ ഗെറ്റ് റെഡി വിത്ത് മീക്കകത്തൊക്കെ ഞാൻ ഈ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ഡാസിലറിൻ്റെ എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂ ഹെവൻ്റെ മറ്റേ ഈ സ്കെച്ച് ടൈപ്പ് ഒരു ഐലൈനർ പെന്നില്ലേ, അതാണ്. ഇത് നമുക്ക് ഈ വാലൊക്കെ ഇട്ട് എഴുതാനായിട്ടൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ലാക്മേടത് നമുക്ക് മേടിക്കാൻ കിട്ടും ഐലൈനർ. അപ്പം എല്ലാവർക്കും പൊതുവെ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലിപ് കെയർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ലിപ് ബാംസ് ഞാൻ കാണിക്കാം. ഇത് ഡോട്ട് ആൻഡ് ഗീയുടെ ലിപ് ബാമാണ്. നമ്മുടെ ലിപ്പിൽ കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനും, പിന്നെ ഇതിനൊരു ടിൻ്റ് ഉണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്താൽ മതി. ഒരു ടിൻ്റായിട്ട് ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയാൻ, അങ്ങനത്തെ രീതി ഇടാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്താലും മതിയായിരിക്കും. പക്ഷെ ഒരുപാട് ലോങ് സ്റ്റേ ഒന്നും അല്ല കേട്ടോ, ലിപ് ബാം അല്ലേ. പിന്നെ വന്നിട്ട് മേബ്ലിൻ്റെതാണ്. ഇതും എല്ലാവർക്കും അറിയാമായിരിക്കും. ഇതും കുറച്ചൊരു ടിൻ്റുള്ള ടൈപ്പ് ലിപ് ബാമാണ്. ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്ന ലിപ് ബാമാണ് ഈ മേബ്ലിൻ്റെത് വന്നിട്ട്. പിന്നെ വന്നിട്ടുള്ളത് ഡാസിലറിൻ്റെതാണ്. ഈ ഡാസിലറിൻ്റെത് നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടുന്ന ഒരു ലിപ് ബാമാണ്. ഡാസിലറിൻ്റെ മേബ്ലിൻ്റെത് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ ഡോട്ട് ആൻഡ് ഗീയുടേത് ഞാൻ ഇത് നൈക്കയെന്നായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു ലിപ് ബാമാണ്. കുറച്ച് ടിൻ്റൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിലും ഒക്കെ നല്ലൊരു ലിപ് ബാം. ഇനി ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് കാണിക്കാം. അത് അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അപ്പം ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. മമ്മാർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, ലോങ് സ്റ്റേ ആണ്. പിന്നെ വന്നിട്ട് മിസ് ക്ലെയറിൻ്റെതാണ് ഈ ലിപ്സ്റ്റിക്ക്. പിന്നെ ലാക്മേയുടെ ഒരു ബ്രൗൺ ഷെയ്ഡാണിത്. ഇത് ഇട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ടൈപ്പ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡാണിത്. പിന്നെ വന്നിട്ട് പ്ലമ്മിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഈ ഇത്രയും കുറച്ച് ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ചിലവർക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ താല്പര്യം ഉണ്ടായിരിക്കും, ചിലവർക്ക് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ്. പിന്നെ ഈ ഷെയ്ഡ് കുറച്ച് നല്ല ഫെയർ ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ലിപ്പ് എൻ്റെ പോലെ എനിക്ക് കുറച്ച് ഡാർക്ക്നെസ് ഒക്കെ ലിപ്പിനുള്ളത് കൊണ്ട് ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ പോലും ആരും അറിയത്തില്ല ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന്. അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. ഇതൊക്കെ കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ലിപ്സ്റ്റിക്കുകളാണ്. അപ്പോൾ ഇനി കുറേ ഷെയ്ഡൊക്കെ ഞാൻ നേരത്തെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമുള്ള ഷെയ്ഡുകളൊക്കെ എല്ലാവരുടെയും സ്കിൻ ടോൺ അനുസരിച്ച് മേടിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഈ മേക്കപ്പൊക്കെ ഇട്ടാൽ മാത്രം പോരല്ലോ, അപ്പം നമുക്ക് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലമ്മിൻ്റെ ബാമാണ്. പ്ലമ്മിൻ്റെ മേക്കപ്പ് റിമൂവിങ് ക്ലെൻസിങ് ബാമാണിത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്കൊക്കെ നന്നായിട്ട് പോകും, നമ്മുടെ കൺമഷി ലിപ്സ്റ്റിക്കൊക്കെ നന്നായിട്ട് പോകും. ഇതിനു മുമ്പ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ചാനൽ പേജിൽ കയറി നോക്കുക. ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്തിട്ട് ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്ത് ഫേസ് എല്ലാം ഫ്രഷ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ടോണർ അടിച്ചു. ഞാൻ ഈ പ്ലമ്മിൻ്റെ ഗ്രീൻ ടീയുടെ ടോണറാണ് എടുക്കുന്നത്. ആക്നെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഒരു ടോണറാണിത്. അപ്പോൾ ടോണറൊക്കെ യൂസ് ചെയ്ത് സ്കിന്നൊന്ന് ഫ്രീ ആക്കിയൊക്കെ മേക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നാളെ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകളൊക്കെ ആയിട്ട് കാണാം. ഇതിൻ്റെ യൂസസ് ഒക്കെ ആയിട്ട് കാണാം, എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബൈ ബൈ.